ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓട്സ് പുട്ട്. ടേസ്റ്റിയും ഈസിയും ഹെൽത്തിയുമായിട്ടുള്ള ഓട്സ് പുട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. ഓട്സ് പുട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി 2 കപ്പ് ഓട്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോൾഡ് ഓട്സ് ആണ്. സാധാ ഓട്സിലും ഓട്സ് പുട്ട് തയ്യാറാക്കാവുന്നതാണ്. ഇത് ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ചെറിയ തരിയോടുകൂടി വേണം പൊടിച്ചെടുക്കേണ്ടത്. ചെറിയ തരിയോടുകൂടി ഓട്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ ഓട്സ് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് പുട്ടിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് വെള്ളം ചേർത്ത് മാവ് നമുക്ക് കുഴച്ചെടുക്കാം. നോർമൽ വാട്ടറാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. ഓട്സിൻ്റെ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ, കുഴഞ്ഞ രീതിയിൽ കുഴച്ചെടുക്കുക. ഇതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണ് ഓട്സ് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇത് 10 മുതൽ 15 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഈ സമയത്തിനുള്ളിൽ ഓട്സ് നന്നായിട്ട് കുതിർന്ന് കിട്ടും. 15 മിനിറ്റ് കുതിർക്കാനായി വെച്ചതിന് ശേഷം ഓട്സ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഓട്സ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി വലിയ കഷ്ണങ്ങളെല്ലാം ചെറുതായിട്ട് കൈകൊണ്ട് നമുക്ക് പൊടിച്ചെടുക്കാം. വലിയ കഷ്ണങ്ങളെല്ലാം ചെറുതായിട്ട് കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഓട്സ് പൂർണ്ണമായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ ഓട്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഓട്സ് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാകും. വളരെ സോഫ്റ്റായിട്ടുള്ള ഓട്സ് പുട്ടുപൊടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനി സാധാരണ പുട്ട് വേവിച്ചെടുക്കുന്നത് പോലെ തന്നെ വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓട്സ് പുട്ടുപൊടി പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യമായി പുട്ടുകുറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ഓട്സ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അഞ്ച് മിനിറ്റ് ആവിയിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഓട്സ് പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.